ഒരുപാട് പേര് സഹിക്കുന്ന സമയത്ത് ദൈവം എവിടെയാ? ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ദൈവം എവിടെയാണ്? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വലിയ പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ, ദൈവം എവിടെയാ ഇരിക്കുന്നേ? ദൈവം ഇവിടെ എവിടെയുണ്ട്? ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ക്യാൻസർ രോഗം വരുമോ? ദൈവമുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ അവസ്ഥ വരുമോ? ദൈവം എവിടെ? എൻ്റെ സഹന സമയത്ത് ദൈവം എവിടെ? ഒരു വീട്ടിൽ 2 പേർക്ക് ക്യാൻസർ, സീരിയസ് ക്യാൻസർ 2 പേർക്ക്. ഒരാൾക്കാണെ പോട്ടെന്ന് വെക്കാം, 2 പേരെയും കൊണ്ട് 2 സ്ഥലത്ത് പോകണം, തലശ്ശേരിയും തിരുവനന്തപുരം ഒക്കെ പോകണം. ആ വീട്ടിലെ ആരോഗ്യമുള്ള ഒരാൾ ചോദിച്ചതാ, ദൈവം എവിടെയാച്ചാ? ദൈവം എവിടെ? ദൈവം അവിടെ ഉണ്ട്, ദൈവം എവിടെയെന്ന് പറഞ്ഞതാ. അച്ഛനൊക്കെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളല്ലേ. എനിക്കൊരു ഉത്തരവ് ഇല്ലായിരുന്നു കൊടുക്കാൻ, ദൈവം എവിടെയെന്ന്. ദൈവം എവിടെ? അങ്ങനെ എനിക്കൊരു ഉത്തരം കിട്ടിയ കാര്യം കൂടെ പറയാം. ദൈവം എവിടെയാണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഇനി തൊട്ട് പറയണം, ദൈവം എവിടെയാണെന്ന്. ദൈവം എവിടെയാണെന്ന് പറഞ്ഞു തരാൻ പോവാണ്. 33 വയസ്സുള്ള ഈശോ കുരിശെടുത്ത് ഗാഗുൽത്താമല കയറിപ്പോയപ്പം ദൈവം എവിടെയായിരുന്നു? യേശു കുരിശുമെടുത്ത് ആളുകൾ അടിച്ച് കുരിശുമായി വീണ് ദേഹം മുഴുവൻ തളർന്ന അവസ്ഥയിൽ കുരിശുമെടുത്ത് ഗാഗുൽത്താമല വലിഞ്ഞു കയറിയപ്പം ദൈവം എവിടെയായിരുന്നു? എന്തിയ ദൈവം? ഒന്ന്, യേശുവിനെ ജീവനുള്ള ശരീരത്തിൽ ആണി തറച്ച് കുരിശിൽ തറച്ച് ഈശോ പ്രാർത്ഥിച്ചു. ആ സമയത്തും ദൈവം എവിടെയായിരുന്നു? ഒരക്ഷരം പോലും ദൈവം പറഞ്ഞില്ലല്ലോ. ദൈവം എവിടെയായിരുന്നു? അന്ന ഒരു കാര്യം കേൾക്ക്, എന്റെ സഹനത്തിലും ദൈവം എവിടെയായിരുന്നു എന്ന് ഉത്തരം പറയാം. ഈശോ കുരിശുമെടുത്ത് ഗാഗുൽത്താമലയിലേക്ക് പോയപ്പം ആ ദൈവം, എന്റെ ദൈവം എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഞാനും കുരിശെടുക്കുമ്പോൾ എൻ്റെ ദൈവമുള്ളത്. ഹല്ലേലൂയ. യേശു കുരിശിൽ ജീവനോടെ കുരിശിൽ കിടന്നപ്പം നമ്മൾ ചോദിക്കുക, ദൈവം എവിടെയായിരുന്നു? ദൈവം എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് എൻ്റെ കുടുംബത്തിലെ ഓരോ സഹനങ്ങളും ഞാൻ ഇങ്ങനെ അനുഭവിച്ച്, ദൈവമേ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിതം നയിക്കും, എനിക്ക് മരിക്കണമെന്ന് വരെ തോന്നുന്ന സാഹചര്യം വരുമ്പം ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ, യേശു കുരിശിൽ ജീവനോടെ മരിക്കുന്ന സമയത്ത് ദൈവം എവിടെയായിരുന്നോ, കുരിശ് വഹിച്ചു കൊണ്ടുപോയപ്പോൾ ദൈവം എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഇന്നും എൻ്റെ ഓരോ സഹനയാത്രകളിലും എൻ്റെ ദൈവം ഉള്ളത്, നമ്മുടെ ദൈവം ഉള്ളത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പേടിക്കണ്ട, നമ്മുടെ സഹനങ്ങൾക്കെല്ലാം വിലയുണ്ടെന്ന് ഇന്ന് പറയാൻ പോവാണ്. എല്ലാ സഹനങ്ങൾക്കും വിലയുണ്ട്. അടുത്തത്, സഹിക്കുന്ന വ്യക്തിക്കുള്ള ഒരു ഭയങ്കര അനുഗ്രഹം. വലിയൊരു ദൈവഭക്തനായിരുന്നു ആര്? ഏലിയ. പേര് മറക്കരുത്, ഏലിയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഏലിയായെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ഏലിയയുടെ പ്രത്യേകത എന്നറിയാമോ? ഇന്നലെ നമ്മളൊരു പാട്ട് പാടിയില്ലേ, മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പം 3 വർഷക്കാലം മഴ പെയ്തില്ല. പിന്നെ ഏലിയ പറഞ്ഞു മഴ പെയ്യട്ടെ, അന്നേരം മഴ പെയ്തേ. അത്ര ശക്തനായൊരു പ്രവാചകനായിരുന്നു ഏലിയായുടെ കാലഘട്ടം. ശ്രദ്ധിച്ചേ, ഏലിയായുടെ കാലഘട്ടത്തിൽ ഏലിയായ്ക്കൊരു ഭയങ്കര സഹനം വന്നു. ഒരു ദിവസം ഏലിയായോട് ദൈവം പറഞ്ഞു, ഈ ദേശത്ത് മുഴുവൻ ഭയങ്കര ക്ഷാമവും പട്ടിണിയും വരാൻ പോവാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ജോർദാന് കിഴക്കുള്ള കെറീത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി നീ താമസിക്കണം, ഇവിടുന്ന് ഇപ്പൊ പോണം. അങ്ങനെ ഏലിയ ദൈവത്തിന്റെ വാക്ക് കേട്ട്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആ വചനം അനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്, കെറീത്ത് എന്ന് പറയുന്ന അരുവിയുടെ അടുത്ത് പോയി താമസിച്ചു. അന്നേരം ദൈവം പറഞ്ഞു, നീ ആ അരുവിന്ന് വെള്ളം കുടിച്ചോ, വേറെ ഈ പ്രദേശത്ത് എവിടെയും വെള്ളമുള്ള ഒരു സ്ഥലം ഇല്ല. അപ്പോൾ ഏലിയ ചോദിച്ചു, ഭക്ഷണത്തിന്റെ കാര്യം, വെള്ളം മാത്രം പോരല്ലോ, ഭക്ഷണം വേണ്ടേ, കട്ടിയായത് എന്തെങ്കിലും? അപ്പോൾ ഏലിയായോട് ദൈവം പറയുവാണ്, നിനക്ക് ഭക്ഷണം കൊണ്ടുതരാൻ ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ടെന്ന്.
കാക്ക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ലോകത്തിൽ എവിടെയും കേട്ടിട്ടില്ല പക്ഷികൾ മനുഷ്യന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. ഏലിയ ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ അതെങ്ങനെയായി പക്ഷികൾ, എനിക്ക് കാക്ക എന്ന് പറയുന്ന പക്ഷി എനിക്ക് എങ്ങനെയാ ഭക്ഷണം കൊണ്ട് തരുന്നത്? ഏലിയ വിശ്വസിച്ചു. അത്ര വിശ്വാസമുള്ളവനാ ഏലിയ. ഏലിയ വിശ്വസിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് എന്ന് പറയുന്ന അരുവിയുടെ അടുത്ത് പോയി താമസിച്ചു. ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു. ദിവസവും കാക്കകൾ ഭക്ഷണം, അപ്പവും ഭക്ഷണം ആവശ്യത്തിന് കൊണ്ടേ കൊടുക്കും. അവ പറന്നും പോകും. എന്നാൽ ദൈവത്തിന് ഇത്രയും വലിയ ഭക്തനായ ഏലിയായ്ക്ക് എഴുതിയിരിക്കുകയാണ് 17-ാം അധ്യായം 7-ാമത്തെ വാക്യം, മഴ പെയ്യായികയാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ അരുവിയിലെയും വെള്ളം പറ്റിപ്പോയി. ഹല്ലേലൂയ. ഏലിയ ആരാ? ദൈവഭക്തനായ, ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ഏലിയായിക്ക് പോലും വെള്ളം പറ്റിപ്പോകുന്ന ഒരു അനുഭവം ദൈവം കൊടുത്തു. ഏലിയായിക്ക് പോലും. അതിനുശേഷം ബൈബിൾ എഴുതിയിരിക്കുകയാണ്, കാക്കകൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ആ വരവ് നിന്നു. ഭക്ഷണവും ഇല്ലാതായി, കുടിവെള്ളവും ഇല്ലാതായ ഒരു സംഭവം ഏലിയായിക്കും ഉണ്ടായി. ഇവിടെ ഇരിക്കുന്ന ദൈവഭക്തരായിട്ടുള്ള ആളുകളെ, വിശ്വസിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ ദൈവത്തിന്റെ വാക്ക് ഞാൻ കേട്ടു, ദൈവത്തിന്റെ വചനമനുസരിച്ച് ഞാൻ ജീവിച്ചു, സത്യസന്ധതയോടെ ജീവിച്ചു, ഞാൻ ഒരു അനീതിക്കും കൂട്ടുനിന്നിട്ടില്ല. എന്നാലും നിങ്ങളുടെ അരുവികൾ, ചില ദൈവം തന്ന ചില അനുഗ്രഹങ്ങൾ ചിലപ്പോൾ വറ്റിപ്പോകും. ചിലപ്പോൾ അത് നിൽക്കും, ചിലപ്പോൾ നിൽക്കും. അപ്പോൾ നമ്മൾ അന്നേരം ദൈവത്തിൽ ഓടരുത്. ചിലപ്പോൾ നിൽക്കും. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്രയോ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ദൈവം ചില അരുവികൾ കാണിച്ചു തന്നു. പക്ഷെ നന്നായി ജീവിച്ചു, പക്ഷെ അരുവികൾ പറ്റി. ചില സമയത്ത് അരുവികൾ പറ്റും. അന്നും ഇന്നും അരുവികൾ പറ്റും. പേടിക്കണ്ട. 2, ഭക്ഷണം ഇല്ലാതായി. അന്നേരം ഏലിയ ദൈവത്തോട് ചോദിക്കും. അടുത്ത വചനം എന്നാന്നറിയോ? ഭക്ഷണമില്ലാതായി, വെള്ളമില്ലാതായപ്പം അടുത്ത വചനം ഇങ്ങനെയാണ്, 17-ാം അധ്യായം 8-ാമത്തെ വാക്യം, അപ്പോൾ കർത്താവ് ഏലിയായോട് മിണ്ടി. ഏലിയായോട് ദൈവം സംസാരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോൾ ചില അരുവികൾ പറ്റുമ്പം, ചില കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ചില സങ്കടത്തിലൂടെ ദൈവം കടത്തിവിടുമ്പോഴാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. ചില സങ്കടങ്ങൾ എന്തിനാ? ഏലിയായുടെ ജീവിതത്തിലൂടെ ദൈവം പറഞ്ഞു തരുന്നു, ചില സങ്കടങ്ങൾ എനിക്ക് ദൈവം തരുന്നത് ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഇടപെടാനാണ്, ദൈവത്തിന് എന്നോട് സംസാരിക്കാനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ എഴുതിയിരിക്കുവാണ്, അപ്പോൾ ഏലിയായോട് ദൈവം സംസാരിച്ചു. മറ്റ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഏലിയായ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. എപ്പോ? അരുവിയിലെ വെള്ളം പറ്റി, ഭക്ഷണം ഇല്ലാതായി. ചില സങ്കടങ്ങൾ വരുമ്പം ദൈവം നമ്മളോട് സംസാരിക്കും. ഇനി എന്താ പറഞ്ഞത്? അത് ഭയങ്കര അത്ഭുതമാണ്. ഏലിയായോട് ദൈവം പറയുവാണ്, അതെ, നീ ഒരു കാര്യം ചെയ്യുക. ഇനി എന്താ സംസാരിച്ചെന്ന്? നീ ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ കെറീത്ത് എന്ന് പറയുന്ന സ്ഥലത്തല്ല നീ ഉള്ളത്. നീ അവിടെ നിന്ന് പുറപ്പെട്ട് സറേഫാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി താമസിക്കണം. അവിടെ നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ ഒരു വിധവയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയ ദൈവത്തിന്റെ വാക്ക് കേട്ട് സറേഫാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പം അവിടെ പോകുന്ന വഴിയിൽ ഒരു വിധവയെ കണ്ടു. ഒരു വിധവ. ആ വിധവയോട് ഏലിയ പറഞ്ഞു, എനിക്കൊരു കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു, കുറച്ച് അപ്പവും തരാൻ പറഞ്ഞു. അപ്പോൾ ആ വിധവ തിരിഞ്ഞു നിന്ന് ഏലിയായോട് പറഞ്ഞു, എൻ്റെ അവസ്ഥ നിനക്കറിയാമോ? ആകെ എൻ്റെ വീട്ടിൽ കുറച്ച് മാവും കുറച്ച് എണ്ണയുമേ ഉള്ളൂ. ഇത് ഇന്ന് രാത്രിയിൽ ആ മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വിറക് പെറുക്കാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ. അതിനുശേഷം ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുവാന്ന് പറഞ്ഞു. ആരോട്? ഏലിയായോട് പറഞ്ഞു, ഞാൻ മരിക്കാനിരിക്കുക. അന്നേരം നിനക്ക് അപ്പവും വെള്ളവും, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോ, ഏലിയ പറഞ്ഞു, നീ നിന്റെ തീരുമാനത്തിൽ നിലനിന്നുകൊള്ളുക. പക്ഷെ ഒരു കാര്യം, വീട്ടിൽ ചെന്ന് നീ ഒരു അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കിക്കോ, ഏലിയായുടെ സാന്നിധ്യം ഉണ്ടായപ്പോ തന്നെ അവളുടെ ജീവിതത്തിന്റെ ലെവല് മാറി. ബൈബിളിൽ ആ വിധവ ആത്മഹത്യ ചെയ്തു എന്നല്ല എഴുതിയിരിക്കുന്നത്,
അവളുടെ കഷ്ടപ്പാടും മാറി, സങ്കടവും മാറി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കലത്തിലെ മാവ് പിന്നീട് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതിൽ. ആരുടെ സാന്നിധ്യം? സഹനത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുടെ സാന്നിധ്യം വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് അനുഗ്രഹം പ്രാപിച്ചു. സഹിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യം വേറൊരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് കാരണം ആകും. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയാ. ദൈവത്തെ മഹത്വപ്പെടുത്തി പറയാം ഹല്ലേലൂയാ. ശ്രദ്ധിച്ച്, സഹിക്കുന്ന വ്യക്തികൾ പേടിക്കണ്ട. എല്ലാവരും നമ്മളെ നോക്കി പറയുമ്പോ ഭയങ്കര സഹനമാ, പുള്ളി ഭയങ്കര പ്രാർത്ഥനക്കാരനോ, ഭയങ്കര സഹനോ. പേടിക്കണ്ട. സഹിക്കുന്ന വ്യക്തി ഏത് വീട്ടിൽ ചെന്നാലും ആ വീടിനും കൂടെ ഒരു അനുഗ്രഹം വരും. എല്ലാ സുഖസമൃദ്ധിയിലും കിടക്കുന്ന വലിയ കാറിൽ ഒരു വേദനയില്ലാത്തൊരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുന്നതിനേക്കാൾ 10,000% അഭിഷേകമാണ് ഒത്തിരി സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ തിണ്ണെ കയറി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് കൂടി അനുഗ്രഹം പ്രാപിക്കും. അത്ര അഭിഷേകമാണ് സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ സഹനത്തിലൂടെ കടന്നുപോയ ഏലിയായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മരിച്ചുപോയ ഒരാളെ വരെ ഉയർപ്പിക്കാനുള്ള ശക്തി കിട്ടി. അതായത് സഹിക്കുന്ന വ്യക്തിക്ക് ദൈവത്തോളം ശക്തിയുണ്ടെന്നാ പറയുന്നത്. സഹിക്കുന്ന വ്യക്തിക്ക് ദൈവം എന്തേരെ കൊടുക്കും? ദൈവമാണ്. ഈശോ മരിച്ച ഒരാളെ ഉയർപ്പിച്ചു. ഏലിയ മരിച്ചുപോയ വിധവയുടെ കുഞ്ഞിനെ ഉയർപ്പിച്ചു. ദൈവത്തിന്റെ ശക്തി ദൈവം കൊടുക്കുന്നത് ആർക്കാ? സഹിക്കുന്ന വ്യക്തിക്ക്. സഹിക്കുന്ന വ്യക്തിക്ക് ദൈവ ശക്തി കൊടുക്കും. ദൈവം കൊടുക്കുന്ന ദാനമാണത്. എല്ലാ സുഖസമൃദ്ധിയിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കൊടുക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു